മഴയും കട്ടനും ജോൺസൺ മാഷും എന്നൊക്കെ പറയും പോലെ ചില പ്രത്യേക സമയങ്ങളിൽ ഒരു പ്രത്യേക തരം ക്രേവിങ് വരുന്ന ഒരു ഫുഡാണ് മാഗി. മാഗി നമുക്ക് ഇനി ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാം. ആ ചീസും ബട്ടറും ആ ഗാർലിക് ബട്ടറിൽ മാഗി ഒരു കംപ്ലീറ്റ് മീലാക്കി നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. മാഗി 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അതൊന്ന് വേവിക്കുക. വേവിച്ച് കഴിഞ്ഞതിന് ശേഷം തണുത്ത വെള്ളത്തിലേക്ക് ഇടുക, എന്നിട്ട് ഊറ്റുക. ഇതാണ് മാഗിയുടെ കുക്കിങ്ങിൻ്റെ പ്രോസസ്സ്. പിന്നെ ഈ കാണുന്ന 4 സാധനങ്ങൾ, ക്യാരറ്റ്, സവാള, ക്യാപ്സിക്കം, പിന്നെ ഗാർലിക്, ഇത് ഇത്രയും ഒന്ന് സെറ്റാക്കി വെക്കുക. ഇനി നമുക്ക് ഡയറക്റ്റ് കുക്കിംഗ് പ്രോസസ്സിലേക്ക് കടക്കാം. പാൻ ചൂടായി കഴിഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇടുക. അതിനോടൊപ്പം തന്നെ നമുക്ക് ഗാർലിക്കും കൂടി ഇട്ട് കൊടുക്കാം. ഈ ബട്ടറും ഗാർലിക്കും ഒരുമിച്ച് അങ്ങോട്ട് സോട്ടായി വരുമ്പോൾ മാഗിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതൊന്ന് സോട്ടായി കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആയ ക്യാരറ്റ്, ക്യാപ്സിക്കം, സവോള, ഇതിന് 3 കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടച്ച് വെജിറ്റബിൾസ് ഒന്ന് ഒരു 2-3 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ സോയ സോസ്, പിന്നെ ചേർക്കുന്നത് കുറച്ച് ചില്ലി പൗഡറാണ്. അത് അവരവരുടെ എത്രയാണോ വേണമെന്ന് തേരി അതിനനുസരിച്ച് മാത്രം ചേർക്കുക. ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്തതിന് ശേഷം ഫൈനലി നമുക്ക് 2 ക്യൂബ് മാഗി എടുത്തിരിക്കുന്നുണ്ട്. 2 പാക്കറ്റ് മാഗി മസാല കൂടി ഇടാം. പിന്നെ ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നൂഡിൽസും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്യുക എന്നൊരു പ്രോസസ്സാണ് ചെയ്യുന്നത്. ഒരുപാട് കുഴഞ്ഞു പോവാണ്ട് ആ ഒരു രീതിയിൽ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ ഏറ്റവും ഫ്ലെയിം വളരെ സിമ്മായിരിക്കണം. മിക്സിങ് കഴിഞ്ഞതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ഫൈനലി നമ്മുടെ ഒരു ടേസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടി ഇടുന്നൊരു സാധനം ഒരു സ്ലൈസ് ചീസാണ്. ചീസും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. കുറച്ച് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചീസ് നന്നായിട്ട് മെൽറ്റായിട്ട് ഇങ്ങനെ ഇരിക്കും. ഇനി അവരവർക്ക് എത്ര പോർഷൻ വേണോ അത് നോക്കി അങ്ങോട്ട് സെർവ് ചെയ്ത് കുശാലായിട്ട് കഴിക്കുക എന്നൊരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. ഇത് എല്ലാവരും ചെയ്യുന്നതൊക്കെ തന്നെയാണ്. ഇനി ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ ഫാനായി മാറും മാഗിയുടെ നൂഡിൽസ്. അടിപൊളിയാണേ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഈ മാഗി ക്രേവിങ്സ് വരുന്നവർക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തു കേട്ടോ. സൂപ്പറാണ്.